നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യസഭാ സീറ്റുകളിൽ സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മധ്യപ്രദേശിൽ അവിടെ മീനാക്ഷി നടരാജനെ പരാജയപ്പെടുത്താൻ അവരുടെ നാമനിർദ്ദേശ പത്രിക പോലും തള്ളാനാണ് ജ്ഞാനേഷ് കുമാർ ഉത്തരവിറക്കിയത്. ഇത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുമ്പോൾ സുപ്രീം കോടതി അത് തള്ളിക്കളയുന്നു. സുപ്രീം കോടതി ഇപ്പോൾ BJPയുടെ മറ്റൊരു ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി വിവരമാണ് വന്നിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPയുടെ പൊറോട്ട് നാടകം അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയാണ്. രാജ്യസഭ എന്ന ഉപരിസഭ, അപ്പർ ഹൗസ്, അവിടെ BJPക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനാണ് നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി കളിക്കുന്നത് എന്ന് രാജ്യസഭയിലെ അംഗം കൂടിയായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞിരിക്കുകയാണ്. രാജ്യസഭയിൽ BJP ഇത്തരത്തിലുള്ള പൊറോട്ട് നാടകം നടത്തിയിട്ട് കാലം കുറയായി. BJP ഇതിനു മുമ്പും പലയിടത്തും പല രീതിയിൽ അട്ടിമറികളും അതുപോലുള്ള വൃത്തിഹീനമായിട്ടുള്ള കളികളും നടത്തിയിട്ടുണ്ട്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഏത് രീതിയിലും അധികാരം നിലനിർത്താൻ വേണ്ടി അവർ കളിക്കുന്ന ഈ കളി അവർക്ക് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ചില സംസ്ഥാനങ്ങളിൽ അവിടെ ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെ നടക്കുന്നു. ചില സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക തള്ളാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷന്, അതായത് ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ടുള്ള രഹസ്യ സന്ദേശം നൽകുന്നു. ഇതെല്ലാം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർബന്ധിതമായിട്ടുള്ള രീതികളായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെ തകർക്കാം എന്ന് വിചാരിക്കേണ്ട. രാജ്യസഭയിൽ കോൺഗ്രസ് വളരെ ദുർബലമാണ്. പ്രതിപക്ഷത്തുള്ള സീറ്റുകൾ പോലും വളരെ നന്നേ കുറവായിട്ടിരിക്കുമ്പോഴും കോൺഗ്രസ് ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. 2024 അധികാരം ഏൽക്കുമ്പോൾ കേവല ഭൂരിപക്ഷം പോലും ഇല്ലായിരുന്ന BJP 2019 നിന്നും 24 ആകുമ്പോൾ കൃത്യമായി 70ഓളം സീറ്റുകളുടെ കുറവ് വന്ന BJP അവർ വളരുകയല്ല, തളരുകയാണ്. അവരുടെ ഭയം, അവർക്ക് കൃത്യമായി ജനവിധി അംഗീകരിക്കാൻ മടിയുള്ളത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ വെച്ച് EVMലൂടെ പ്രോഗ്രാം മാനിപ്പുലേഷൻ നടത്തിയാണ് പലയിടത്തും അധികാരത്തിൽ വരുന്നതെന്ന ശക്തമായിട്ടുള്ള ആരോപണവുമായി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അപ്പീലുകൾ ഓരോന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയാണെങ്കിൽ ഇതൊന്നും ഗൗനിക്കാതെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കളയുന്ന രീതിയിലുള്ള സിദ്ധാന്തവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അവിടെയാണ് കോൺഗ്രസ് മറ്റൊരു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞു, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ തള്ളിക്കളഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വേണമെങ്കിൽ ഒരു സീറ്റിൽ മധ്യപ്രദേശിൽ മീനാക്ഷി നടരാജനെ വിജയിപ്പിക്കാൻ കഴിയുമായിരുന്ന രീതിയിലുള്ള MLA ബലം ഇപ്പോഴും മധ്യപ്രദേശിലുണ്ട്. അവിടെ 2/3 BJPക്കാണെങ്കിലും ബാക്കി അവശേഷിക്കുന്ന ഒരു ഭാഗം, അതായത് 30% കൂടുതൽ നിയമസഭാ സീറ്റുകൾ കോൺഗ്രസിൻ്റെ പക്കലുണ്ട്. അടിപിടിയും അതുപോലെ വിടക്കാക്കി തനിക്കാക്കലും എത്ര നാൾ കൊണ്ടുപോകും? സമ്പൂർണമായ പരാജയം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ഹിമാചലിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ആവർത്തിക്കപ്പെടുമെന്ന് കോൺഗ്രസ് പറയുന്നു.